ഹായ് ഓൾ, വെൽക്കം ടു ആൻസി ടെക് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ടെക്നിക്കൽ മാത്തമാറ്റിക്സിലെ മെട്രിസസിലെ ട്രാൻസ്പോസ് എന്ന ഭാഗമാണ്. നമുക്ക് നോക്കാം ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. വാട്ട് ഈസ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്? ലെറ്റ് A equals Aij m into n be a matrix of order m by n. Then n by n matrix obtained by interchanging the rows and columns of A is called the transpose of A and is denoted by A dash or A transpose. അതായത് എന്താണ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ? ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ റോസിനെയോ കോളംസിനെയോ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിനെ എന്ത് പറയുന്നത്? ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? റോസിനെ ഒന്നേ കോളംസ് ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ കോളംസിനെ റോസ് ആയിട്ട് എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈനിനെ വെർട്ടിക്കൽ ലൈനായിട്ട് എഴുതുകയോ വെർട്ടിക്കൽ ലൈനിനെ ഹൊറിസോണ്ടൽ ലൈനായിട്ട് എഴുതുകയോ ചെയ്യുന്നതിനെയാണ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡിനോട്ട് ചെയ്യുന്നത് എ ഡാഷ് അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന രീതിയിലായിരിക്കും അത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ. ഇപ്പോൾ മെട്രിക്സ് 1 2 4 4 6 1 എന്നൊരു മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ ഹൊറിസോണ്ടൽ റോസ് എന്തായി മാറും? വെർട്ടിക്കലായിട്ട് മാറും. കണ്ടോ, 1 2 4 എന്ന് പറയുന്നത് 1 2 4 ആയി. 4 6 1 എന്നുള്ള റോസ് എന്തായി മാറി? 4 6 1 കോളംസ് ആയിട്ട് മാറി. ഇങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നത്. ഇനി എക്സാമ്പിൾ നോക്കി. 1 2 റോ 1 2 കോളമായി, 3 4 3 4 ആയി, 5 6 5 6 ആയി. ഇനി നോക്കിയേ 1 3 5 എന്നത് കോളമിൽ 1 3 5 ആയി, 2 4 6 എന്ന് പറയുന്നത് കോളം വൈസ് 2 4 6 ആയി. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എന്താണ് ഒരു മെട്രിക്സിൽ റോസിനെ കോളംസോട് ഇൻ്റർചേഞ്ച് ചെയ്യുകയോ കോളംസിനെ റോ ആയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെട്രിക്സിൻ്റെ ഈ ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽസ് എ ആണ്. അതായത് ഒരു മെട്രിക്സ് എ ഉണ്ട്, അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടിട്ട് അതിനെ ഒന്നുകൂടി ട്രാൻസ്പോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? എ തന്നെ കിട്ടും. ആ മെട്രിക്സ് എ തന്നെ കിട്ടും. ഇനി എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽസ് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. അപ്പോൾ എ ബി രണ്ട് മെട്രിക്സ് ഉണ്ട്, രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നതും എയുടെ ട്രാൻസ്പോസ് എടുത്ത് ബിയുടെ ട്രാൻസ്പോസ് എടുത്ത് ആഡ് ചെയ്യുന്നതും എന്തായിരിക്കും? തുല്യമായിരിക്കും. അടുത്തത് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽസ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അത് ഇമ്പോർട്ടൻ്റ് ഐഡൻറ്റിറ്റിയാണ്, നോക്കിക്കോണം. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. അതുപോലെ എ ബി സി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽസ് സി ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. അത് നോട്ട് ചെയ്യുക. ഇനി കെ ഇൻറ്റു എ ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽസ് കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. അതായത് കെ എന്ന് പറയുന്ന ഒരു സ്കെയിലാർ അല്ലെങ്കിൽ ഒരു നമ്പർ ആണെങ്കിൽ അതെന്ത് ചെയ്യാം? കെ എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിരിക്കും. അതുപോലെ എ എൻ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് ഇൻറ്റു എൻ ആയിരിക്കും. എൻ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ആണെങ്കിൽ. ഓക്കെ, ഇത്രയാണ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഓക്കെ ആണോ? ഇതിൽ പ്രധാനമായിട്ട് നോട്ട് ചെയ്യാനുള്ളതാണ് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽസ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസും എ ബി സി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽസ് സി ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഒരു സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ് എന്നാണ്. സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ് നോക്കാം. ആദ്യം നമുക്ക് നോക്കാം എന്താണ് സിമെട്രിക് മെട്രിക്സ് എന്ന് നോക്കാം. A square matrix A is I equals IA IJ ഓർഡർ എന്ന് പറയുന്ന n by n മെട്രിക്സ് ആണെങ്കിൽ is said to be symmetric if A transpose is A. അതായത് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എക്ക് ഈക്വൽ ആണെങ്കിൽ ആ മെട്രിക്സിന് എന്തെന്ന് പറയാം? ഒരു സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. എ ഈക്വൽസ് എ ട്രാൻസ്പോസ് ആണെങ്കിൽ ആ മെട്രിക്സ് എന്തായിരിക്കും? സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഇനി എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ഈക്വൽസ് എന്തായിരിക്കും? മൈനസ് ഓഫ് എ ട്രാൻസ്പോസ് ആയിരിക്കും, അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽസ് മൈനസ് ഓഫ് എ. എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അതിന് എന്ത് പറയാം? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നും പറയാം. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ഈക്വൽസ് എ ട്രാൻസ്പോസ് ആയിരിക്കും. സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ ഈക്വൽസ് മൈനസ് ഓഫ് എ ട്രാൻസ്പോസ് ആയിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എ ഐ ജെ ഈക്വൽസ് എ ജെ ഐ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കുക, എ ഐ ജെ ഈക്വൽസ് എ ജെ ഐ. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് നോക്കൂ. അതായത് നമ്മളൊരു 3/3 മെട്രിക്സ് എഴുതുകയാണ്. എങ്ങനെ എഴുതുന്നത്? A11 A12 A13.
A21, A22, A23, A31, A32, A33. അപ്പോൾ ഒരു സിമെട്രിക് മെട്രിക്സ് വരുമ്പോൾ ഇതിലെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ത് തന്നെ വേണമെങ്കിലും ആകാം, ഏത് നമ്പേഴ്സ് വേണമെങ്കിലും ആകാം. പക്ഷേ ബാക്കിയുള്ള എലമെൻറ്റ്സ് A12 എന്ന് പറയുന്നത് A21 ഈക്വൽ ആയിരിക്കണം. അതുപോലെ A13 എന്ന് പറയുന്നത് A31 ഈക്വൽ ആയിരിക്കണം. അതുപോലെ A23 എന്ന് പറയുന്നത് A32 ഈക്വൽ ആയിരിക്കണം. അതാണ് ഞാൻ എഴുതിയത് നേരത്തെ AIJ ഈക്വൽസ് AJI എന്നുള്ളത്. മനസ്സിലായോ? ഇതിനെയാണ് എന്ത് പറയുന്നത്? ഒരു സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? A ഈക്വൽസ് A ട്രാൻസ്പോസ് ആണ്. അതുപോലെ AIJ ഈക്വൽസ് AJI ആണ്. അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് എന്ത് തന്നെയും ആകാം. ബാക്കിയുള്ള എലമെൻറ്റ്സ് എന്തായിരിക്കണം? A12 എന്ന് പറയുന്ന എലിമെൻറ്റ് A21 ഈക്വൽ ആയിരിക്കണം. A13 എന്ന് പറയുന്നത് A31 ഈക്വൽ ആയിരിക്കണം. A23 എന്ന് പറയുന്നത് A32 ഈക്വൽ ആയിരിക്കണം. ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ മെട്രിക്സിന് എന്ത് പറയാം? ഒരു സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ ആണോ? ഇനി നമുക്ക് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ. A ഈക്വൽസ് 9, 2, 3, 2 - 1 - 8, 3 - 8, 0. അപ്പോൾ A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? റോസിനെ നമുക്ക് എങ്ങനെയായിട്ട് എഴുതാം? കോളംസ് ആയിട്ട് എഴുതാം. അപ്പോൾ 9, 2, 3 ആവും. 2 - 1 - 8 എന്ന് പറഞ്ഞാൽ 2 - 1 - 8, 3 - 8, 0 എന്ന് പറയുന്നത് 3 - 8, 0. അപ്പോൾ എങ്ങനെ കിട്ടി? A ഈക്വൽസ് A ട്രാൻസ്പോസ് എന്ന് കിട്ടി. അപ്പോൾ എന്താണ് ഇതെന്ന് പറയുന്നത്? എന്താണ്? ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ ആണോ? അപ്പോൾ അതായത് നമുക്ക് എന്താണ് ഇപ്പോൾ ഞാൻ എഴുതാൻ ADEDBF EFC. അതായത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഇതിലെന്താണ്? ഈ എയും ബിയും സിയും എന്ത് തന്നെയും ആകാം അല്ലേ? ഡയഗണൽ എലമെൻറ്റ്സ് എങ്ങനെ വേണമെങ്കിലും ആകാം. ഈ ഡിയും സെയിം ആയി വരും, ഈ ഇയും സെയിം ആയി വരും, ഈ എഫും സെയിം ആയി വരും. അപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സിനെ എന്ത് പറയുന്നത്? ഒരു സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു A ഈക്വൽസ് -A ട്രാൻസ്പോസ്. അങ്ങനെ വരികയാണെങ്കിൽ ആ മെട്രിക്സിനെ എന്ത് പറയാം? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. അതായത് AIJ ഈക്വൽസ് -AJI എന്ന് വരും. ഓക്കെ. അപ്പോൾ ഈ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എഴുതുമ്പോൾ നമുക്ക് നോക്കാം. A11, A12, A13, A21, A22, A23, A31, A32, A33. ഓക്കെ. ഇതിൽ നോക്കുമ്പോൾ നമ്മളൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ കേസിൽ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കണം? 0 ആകും. അത് ഓർത്ത് വയ്ക്കുക. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിലെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ബാക്കി എലമെൻറ്റ്സ് എന്ന് പറയുന്നത് A12 എന്ന് പറയുന്നത് -A21 ആകാം. തിരിച്ച് വേണമെങ്കിലാകാം. A21 എന്ന് പറയുന്നത് -A12 എന്ന് എഴുതാം. അതുപോലെ A13 എന്ന് പറയുന്നത് -A31 ആകാം. അതുപോലെ A32 എന്ന് പറയുന്നത് -A23 ആകാം. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ മെട്രിക്സിനെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. മനസ്സിലായോ? സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കും? ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. ബാക്കി എലമെൻറ്റ്സ് A12 എന്ന് പറയുന്നത് -A21 ആയിരിക്കും. A13 എന്ന് പറയുന്നത് -A31 ആയിരിക്കും. A32 എന്ന് പറയുന്നത് -A23 ആയിരിക്കും. ഓക്കെ. ഇതാണ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇത് കണ്ടോ? ഇതൊരു എക്സാമ്പിളാണ്. ഇതിൽ നോക്കിയേ, ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്താണ്? 0 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതുക? ഇത് ട്രാൻസ്പോസ് എഴുതുമ്പോൾ എങ്ങനെയാണ്? 0, 2, 3, 2 - 3 എന്ന് പറയുന്നത് 0, 2 - 3 ആവും. -2, 0, -9 എന്ന് പറയുന്നത് -2, 0, -9. 3, 9, 0 എന്ന് പറയുന്നത് 3, 9, 0. അപ്പോൾ എന്ത് മനസ്സിലായി? B ഈക്വൽസ് എന്ത് പറ്റി? -B, അതായത് B ട്രാൻസ്പോസ് ഈക്വൽസ് -B എന്ന് കിട്ടി. അപ്പോൾ എന്ത് പറയാം? ഇതെന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ് നോക്കാം. അപ്പോൾ മനസ്സിലായാലോ? സിമെട്രിക് എന്ന് പറയുന്നത് എന്താണ്? A ഈക്വൽസ് A ട്രാൻസ്പോസ് ആണെങ്കിൽ സിമെട്രിക്കും, A ഈക്വൽസ് -A ട്രാൻസ്പോസ് ആണെങ്കിൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നും പറയാം. ഇനി നോക്കിയേ, എലമെൻറ്റ്സ് ഓഫ് പ്രിൻസിപ്പൽ ഡയഗണൽസ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആർ ഓൾ 0. ഞാൻ പറഞ്ഞു തന്നു എന്താണ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ എല്ലാ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സും എന്തായിരിക്കും? 0 ആയിരിക്കും. മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇഫ് A is a square matrix, A plus A transpose is symmetric,
എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഇഫ് പി ഇസ് എ സ്ക്വയർ മെട്രിക്സ് ദെൻ പി മൈനസ് പി ട്രാൻസ്പോസ് ഈസ് ഓൾവേസ് ഓപ്ഷൻ സിമെട്രിക് ഉണ്ടായിരുന്നു, സ്ക്യൂ സിമെട്രിക്, സിംഗുലർ, നോൺ സിംഗുലർ. അപ്പോൾ പി മൈനസ് പി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്യൂ സിമെട്രിക് ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. അതായത് ഇഫ് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ് എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് സിമെട്രിക്, എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് സ്ക്യൂഡ് സിമെട്രിക് മെട്രിക്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക്കും ആയിരിക്കും, എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി, ഇഫ് എ ആൻഡ് ബി ആർ ടു സിമെട്രിക് ഓർ സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ ദെൻ എ പ്ലസ് ബി ഈസ് ഓൾസോ സിമെട്രിക് ഓർ സ്ക്യൂ സിമെട്രിക്. അപ്പോൾ എയും ബിയും രണ്ട് സിമെട്രിക്കോ സ്ക്യൂ സിമെട്രിക്കോ മെട്രിക്സ് ആണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്നത് സിമെട്രിക്കോ സ്ക്യൂ സിമെട്രിക്കോ ആയിരിക്കും. അടുത്തത്, ഇഫ് എ ഈസ് സിമെട്രിക് ഓർ സ്ക്യൂ സിമെട്രിക് ദെൻ കെ ഇൻറ്റു എ ഈസ് ഓൾസോ സിമെട്രിക് ഫോർ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അതായത് എ എന്ന് പറയുന്ന ഒരു സിമെട്രിക്കോ സ്ക്യൂ സിമെട്രിക്കോ മെട്രിക്സ് ആണെങ്കിൽ ഒരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് കെ ഇൻറ്റു എ എന്ന് പറയുന്നതും സിമെട്രിക്കോ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അടുത്ത, ഇഫ് എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ ദെൻ ദ പ്രോഡക്റ്റ് എ ബി ഈസ് സിമെട്രിക് ഇഫ് ബി എ ഈക്വൽസ് എ ബി. അതായത് എയും ബിയും സിമെട്രിക് മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ ആണെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. ഒരു കണ്ടീഷനുണ്ട്, ബി എ എന്ന് പറയുന്നത് എ ബിക്ക് ഈക്വൽ ആയാൽ മാത്രമേ എന്താവുള്ളൂ, ആ പ്രോഡക്റ്റ് എ ബി എന്ന് പറയുന്നത് സിമെട്രിക് ആവത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക പ്രോപ്പർട്ടീസ്. ആ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഇതാണ്. എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ സിമെട്രിക്കും എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. എവറി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് യുണീക്ലി ആസ് എ സം ഓഫ് സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ എല്ലാ സ്ക്വയർ മെട്രിക്സിനെയും ഒരു സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതാൻ പറ്റും. The matrix B transpose AB is symmetric or skew symmetric according as A is symmetric or skew symmetric matrix. അടുത്തത്, ഓൾ പോസിറ്റീവ് ഇൻ്റഗ്രൽ പവേഴ്സ് ഓഫ് എ സിമെട്രിക് മെട്രിക്സ് ആർ സിമെട്രിക്. ഓക്കെ, അതായത് ഓൾ പോസിറ്റീവ് ഇൻ്റഗ്രൽ പവേഴ്സ് ഓഫ് എ സിമെട്രിക് മെട്രിക്സ് ആർ സിമെട്രിക്. അതായത് ഇപ്പോൾ പവേഴ്സ് അപ്പോൾ എ റേസ് ടു എൻ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും? സിമെട്രിക് ആണെങ്കിൽ അത് എന്തായിരിക്കും? അതിൻ്റെ ആൻസറും എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. ഓൾ പോസിറ്റീവ് ഓഡ് ഇൻ്റഗ്രൽ പവേഴ്സ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആർ സ്ക്യൂ സിമെട്രിക് ആൻഡ് പോസിറ്റീവ് ഈവൻ ഇൻ്റഗ്രൽ പവേഴ്സ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആർ സിമെട്രിക് മെട്രിക്സ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, പോസിറ്റീവ് ഓഡ് ഇൻ്റഗ്രൽ പവേഴ്സ് ആണ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ പോസിറ്റീവ് ഓഡ് ഇൻ്റഗ്രൽ പവേഴ്സ് ആണെങ്കിൽ സ്ക്യൂ സിമെട്രിക് ആയിരിക്കും, പോസിറ്റീവ് ഈവൻ ഇൻ്റഗ്രൽ പവേഴ്സ് ആണെങ്കിൽ അത് സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇഫ് എ ആൻഡ് ബി symmetric matrices of same order then AB minus BA is skew symmetric, AB plus BA is symmetric. അപ്പം എയും ബിയും സിമെട്രിക് മെട്രിക്സസ് ആണ് സെയിം ഓർഡറിലുള്ള എങ്കിൽ എ ബി മൈനസ് ബി എ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക്കും എ ബി പ്ലസ് ബി എ എന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. ഇനി നോക്കിയേ, for a square matrix A into A transpose and A transpose into A are symmetric matrix. ഒരു സ്ക്വയർ മെട്രിക്സ് എക്ക് A into A ട്രാൻസ്പോസും A transpose into A എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയാണ് സ്ക്യൂ സിമെട്രിക്കും സിമെട്രിക്കിനെ കുറിച്ചും പഠിക്കാനുള്ളത്. ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത പോർഷനാണ് കോൺജുഗേറ്റ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ കോൺജുഗേറ്റ്. The matrix obtained from a matrix A containing complex number as its elements on replacing its elements by the corresponding conjugate complex number is called conjugate of A and is denoted by A. അതായത് ഒരു മെട്രിക്സിൻ്റെ കോൺജുഗേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് നോക്കുന്നത്. അതായത് എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഒരു മെട്രിക്സ് എഴുതുകയാണ്. കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ഐ വരുന്ന ടേംസ് ആണ് 3 + 2i 6 + i 4, അതുപോലെ 4 - i 7 + i 3 - 4i. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കും ഇതിന് നമുക്ക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്താ എ കോൺജുഗേറ്റ്. ഇപ്പോൾ ഇതൊരു മെട്രിക്സ് എ ആണെങ്കിൽ ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 + 2i എന്ന് പറയുന്നത് എന്താവും? 3 - 2i. 6 + i എന്ന് പറയുന്നത് 6 - i ആവും. 4 തന്നെയാണ്, അത് കോൺജുഗേറ്റ് നമ്പർ ഒന്നുമില്ല, കോംപ്ലക്സ് നമ്പർ ഇല്ല. 4 - i എന്ന് പറയുന്നത് 4 + i ആവും. 7 + i എന്ന് പറയുന്നത് 7 - i ആവും. 3 - 4i എന്ന് പറയുന്നത് 3 + 4i ആവും. അതാണ് കോൺജുഗേറ്റ് എന്നത്. ഒരു മെട്രിക്സിൻ്റെ കോൺജുഗേറ്റ് എന്നത് അങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, എ ബാർ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ആ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സൈന് മാറും, അത്രയേ ഉള്ളൂ. അതാണ് എങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം? സൈന് തമ്മിൽ മാറ്റി എഴുതുക, അത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. കോൺജുഗേറ്റ് ഓഫ് എ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്, ഇഫ് എ ഈസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ m/n then A
കോൺജുഗേറ്റ് ദ ഹോൾ കോൺജുഗേറ്റ് ഈക്വൽസ് എ ആണ്. അപ്പോൾ എ കോൺജുഗേറ്റ് ദ ഹോൾ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എ ആയിരിക്കും. ഫോർ മെട്രിക്സ് ബി ഓഫ് ഓർഡർ എം ഇൻറ്റു എൻ, എ പ്ലസ് ബി ദ ഹോൾ കോൺജുഗേറ്റ് ഈക്വൽസ് എ കോൺജുഗേറ്റ് പ്ലസ് ബി കോൺജുഗേറ്റ്. എ പ്ലസ് ബി ദ ഹോൾ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എ കോൺജുഗേറ്റ് പ്ലസ് ബി കോൺജുഗേറ്റ് ആണ്. പിന്നെ അടുത്ത നോക്കുക, ഫോർ എ മെട്രിക്സ് ബി ഓഫ് ഓർഡർ എൻ ഇൻറ്റു പി, എ ബി ദ ഹോൾ കോൺജുഗേറ്റ് ഈക്വൽസ് എ കോൺജുഗേറ്റ് ഇൻറ്റു ബി കോൺജുഗേറ്റ് ആണ്. എ ബി ദ ഹോൾ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എ കോൺജുഗേറ്റ് ഇൻറ്റു ബി കോൺജുഗേറ്റ് ആണ്. ഇഫ് കെ ഇസ് എ സ്കെയിലർ ദെൻ കെ എ ദ ഹോൾ കോൺജുഗേറ്റ് ഈക്വൽസ് കെ ഇൻറ്റു എ കോൺജുഗേറ്റ്. എ റേസ് ടു എൻ ദ ഹോൾ കോൺജുഗേറ്റ് ഈക്വൽസ് എ കോൺജുഗേറ്റ് ദ ഹോൾ റേസ് ടു എൻ ആണ്. ഇത് അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. അപ്പോൾ കോൺജുഗേറ്റ് മനസ്സിലായ ഒരു മെട്രിക്സ് എന്നിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് എഴുതാൻ പറഞ്ഞാൽ ആ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സൈന് മാറ്റിയിട്ടാൽ മാത്രം മതി. അങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ട്രാൻസ്പോസ് കോൺജുഗേറ്റ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ട്രാൻസ്പോസ് കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ ദ ട്രാൻസ്പോസ് ഓഫ് ദി കോൺജുഗേറ്റ് ഓഫ് എ മെട്രിക്സ് എ ഈസ് ദ കോൾഡ് ട്രാൻസ്പോസ് കോൺജുഗേറ്റ് ഓഫ് എ ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ എ റേസ് ടു 0 ഓർ എ സ്റ്റാർ. അതായത് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ട്രാൻസ്പോസ് കോൺജുഗേറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എ സ്റ്റാർ എന്ന് പറയുന്നത്. എ കോൺജുഗേറ്റ് ദ ഹോൾ ട്രാൻസ്പോസ് ആയിരിക്കും. അത്രയുള്ളൂ, ജസ്റ്റ് ആയിരിക്കും. മറ്റേതാണെങ്കിൽ എന്താണ്? കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? എ കോൺജുഗേറ്റ് എന്നുള്ളത് നമ്മൾ ആ സൈൻ കൊടുക്കുന്നു, എ ബാർ എന്ന് കൊടുക്കുന്നു. ഇതെന്നാ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? എ കോൺജുഗേറ്റ് ദ ഹോൾ ട്രാൻസ്പോസ് ആണ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ. ഓക്കെ ആണോ? ഇനി നോക്കിയേ, പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് കോൺജുഗേറ്റ് ഓഫ് എ മെട്രിക്സ് ആണ്. അതായത് എ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് ദ ഹോൾ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എ തന്നെയാണ്. എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് പ്ലസ് ബി ട്രാൻസ്പോസ് കോൺജുഗേറ്റ് ആണ്. കെ എ ദ ഹോൾ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് ഈക്വൽസ് കെ ഇൻറ്റു എ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് ആണ്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് ഈക്വൽസ് ബി ട്രാൻസ്പോസ് കോൺജുഗേറ്റ് ഇൻറ്റു എ ട്രാൻസ്പോസ് കോൺജുഗേറ്റ്. എ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് ആണ്. എ എൻ ദ ഹോൾ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് കോൺജുഗേറ്റ് ഈക്വൽസ് എ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് ഇൻറ്റു എൻ ആണ്. ജസ്റ്റ് വായിച്ചിരിക്കുക. ട്രാൻസ്പോസ് കോൺജുഗേറ്റ് എന്ന് എന്താണ്? എ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എ കോൺജുഗേറ്റ് ദ ഹോൾ ട്രാൻസ്പോസ്. അങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ. അപ്പോൾ ഇത് നോക്കി, ഇതാണ് ഒരു ഒറിജിനൽ മെട്രിക്സ് തന്നിരിക്കുന്നുണ്ട്. 2 + 3i, 6 - 4i, 7, 2 - 3i - i. ഇതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സൈന് മാറ്റിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, കണ്ടോ? 2 + 3i, 2 - 3i, i എന്ന് പറയുന്ന -i, 6 - 4i, 6 + 4i, 7 തന്നെയാണ്. 2 - 3i, 2 + 3i - i, iui. ഇനി ഇതിൻ്റെ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യാതെ? ഇതിൻ്റെ റോസിനെ എന്താക്കി മാറ്റുക? കോളംസ് ആയിട്ട് എഴുതുക. അടുത്ത റോസിനെ കോളംസ് ആയിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ട്രാൻസ്പോസും കിട്ടും. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത് കുറച്ച് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് മെട്രിക്സസ് നോക്കാം. അതിലാദ്യം വരുന്നതാണ് ഓർത്തോഗണൽ മെട്രിക്സ്. A square matrix of order n is said to be orthogonal if A into A transpose is I or equals A transpose into A. അതായത് A into A transpose ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടിയോ A transpose into I എന്നുള്ളത് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ അതിന് എന്ത് പറയാം? ഒരു ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ എ ഇൻവേഴ്സ് ഈക്വൽസ് എ ട്രാൻസ്പോസ് എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് പറയാം? ഒരു ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയാം. ഇനി ഒരു പ്രോപ്പർട്ടീസ് ഓഫ് ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. ഇഫ് എ ഈസ് ഓർത്തോഗണൽ മെട്രിക്സ് ദെൻ എ ട്രാൻസ്പോസ് ഈസ് ഓൾസോ ഓർത്തോഗണൽ മെട്രിക്സ്. ഫോർ എനി ടു ഓർത്തോഗണൽ മെട്രിക്സസ് എ ആൻഡ് ബി, എ ബി ആൻഡ് ബി എ ഈസ് ഓൾസോ ആൻ ഓർത്തോഗണൽ മെട്രിക്സ്. ഇഫ് എ ഈസ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ് എ ഇൻവേഴ്സ് ഈസ് ഓൾസോ എ ഓർത്തോഗണൽ മെട്രിക്സ്. ഓക്കെ, എന്താണ് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽസ് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടും. അതിനെയാണ് എന്ത് പറയുന്നത്? ഒരു ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് ഐഡം പൊട്ടൻറ്റ് മെട്രിക്സ്. അതായത് എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി ഐഡം പൊട്ടൻറ്റ് ഇഫ് എ സ്ക്വയർ ഈക്വൽസ് എ. എ സ്ക്വയർ ചെയ്യുമ്പോൾ എ കിട്ടുകയാണെങ്കിൽ ആ മെട്രിക്സിന് എന്ത് പറയും? ഐഡം പൊട്ടൻറ്റ് മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ ഇൻറ്റു എ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? എ തന്നെ കിട്ടുകയാണെങ്കിൽ ആ മെട്രിക്സിന് എന്ത് പറയാം? ഐഡം പൊട്ടൻറ്റ് മെട്രിക്സ് എന്ന് പറയാം. പ്രോപ്പർട്ടീസ് നോക്കാം. ഇഫ് എ ആൻഡ് ബി ആർ ടു ഐഡം പൊട്ടൻറ്റ് മെട്രിക്സസ് ദെൻ എ ബി ഈസ് ഐഡം പൊട്ടൻറ്റ് ഇഫ് എ ബി ഈക്വൽസ് ബി എ. A plus B is an idempotent matrix if AB equals BA equals 0, AB equal A and BA equal to B, then A square equals A, B square equals B. Properties just ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ idempotent matrix എന്താണ്? A square equals A കിട്ടുകയാണെങ്കിൽ ആ മെട്രിക്സിന് എന്ത് പറയാം? idempotent matrix എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് വരുന്ന മെട്രിക്സ് ആണ് നിൽ പൊട്ടൻറ്റ് മെട്രിക്സ്. എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി നിൽ പൊട്ടൻറ്റ് മെട്രിക്സ് ഇഫ് ദർ എക്സിസ്റ്റ് എ പോസിറ്റീവ് ഇൻറ്റിജർ എം സച്ച് ദാറ്റ് എ സ്ക്വയർ ഈക്വൽസ് 0. A square matrix A is said to be nilpotent matrix if there exists a positive integer such that A square equals 0. അതായത് nilpotent matrix എന്ന് പറയുമ്പോൾ A into A ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ അതിനെ ഒരു nilpotent matrix എന്ന് പറയാം.
ഓക്കെ ആണോ? ഇഫ് എം ഈസ് ദ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് എ റേസ് ടു എം ഈക്വൽ 0 ദെൻ എം ഈസ് കോൾഡ് ദ ഇൻഡെക്സ് ഓഫ് ദി നിൽപോട്ടൻറ്റ് മെട്രിക്സ്. അതായത് ഒരു നിൽപോട്ടൻറ്റ് മെട്രിക്സിന് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, അതായത് എ ഈക്വൽസ് 0 1 0 0 ഇതെന്ന് പറയുന്നത് എ സ്കോർ ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ ഈ മെട്രിക്സിന് ഈ എ എന്നുള്ള മെട്രിക്സിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. എ സ്കോർ ചെയ്തപ്പോഴാണ് 2 0 കിട്ടിയത്. അപ്പോൾ എന്താണ് ആ മെട്രിക്സിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇപ്പോൾ എ റേസ് ടു 4 ചെയ്യുമ്പോഴാണ് 0 കിട്ടുന്നതെങ്കിൽ അവിടുത്തെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ നിൽപോട്ടൻറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്കോർ ഈക്വൽ 0 കിട്ടുകയാണെങ്കിൽ ആ മെട്രിക്സ് നമുക്ക് എന്ത് പറയാം? നിൽപോട്ടൻറ്റ് മെട്രിക്സ് എന്ന് പറയാം. ഇനി അടുത്ത യൂണിറ്ററി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ മെട്രിക്സ് എ സെഡ് ടു ബി യൂണിറ്ററി ഇഫ് എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈക്വൽസ് 1. എ ട്രാൻസ്പോസ് ഇൻറ്റു എ ചെയ്യുമ്പോൾ 1 എന്ന് അതായത് ഐ മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ, ഐ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ അതിന് എന്ത് പറയാം? യൂണിറ്ററി മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ഒരു ടൈപ്പ് ഓഫ് മെട്രിക്സും കൂടിയുണ്ട്, ഇൻവൊല്യൂട്ടറി മെട്രിക്സ്. ഇൻവല്യൂട്ടറി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എ സ്ക്വയർ ഈക്വൽസ് ഐ കിട്ടുകയാണെങ്കിൽ, എ സ്ക്വയർ ഈക്വൽസ് ഐ എന്ന് കിട്ടുകയാണെങ്കിൽ അതിന് എന്ത് പറയാം? ഒരു ഇൻവല്യൂട്ടറി മെട്രിക്സ് എന്ന് പറയാം. ഇഫ് എ ഇൻറ്റു എ ചെയ്യുമ്പോൾ ഐ കിട്ടുകയാണെങ്കിൽ അതിനെ എന്ത് പറയാം? ഒരു ഇൻവല്യൂട്ടറി മെട്രിക്സ് എന്ന് പറയാം. യൂണിറ്ററി മെട്രിക്സ് ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഇൻറ്റു എ ചെയ്യുമ്പോൾ ഐ കിട്ടുകയാണെങ്കിൽ അതിനെ യൂണിറ്ററി മെട്രിക്സ് എന്ന് പറയാം. ഇനി അടുത്ത് വരുന്ന മെട്രിക്സ് ആണ് ഹെർമീഷ്യൻ മെട്രിക്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെ വേറൊരു പേരാണ് സെൽഫ് അഡ്ജോയിൻറ്റ് മെട്രിക്സ്. Is a complex square matrix that is equal to its own conjugate transpose. That is, the element in the ith row and jth column is equal to the complex conjugate of the element in the jth row and ith column for all indices I and j. ഒന്നുമില്ല, ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എ ട്രാൻസ്പോസ് ദ ഹോൾ കോൺജുഗേറ്റ് ആയിരിക്കും. എ എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് ദ ഹോൾ കോൺജുഗേറ്റ് ആയിരിക്കും ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എന്താണ്? എ ഈസ് എ കോംപ്ലക്സ് സ്ക്വയർ മെട്രിക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഓൺ കോൺജുഗേറ്റ് ട്രാൻസ്പോസിന് ഈക്വൽ ആണെങ്കിൽ, അപ്പോൾ എ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? എ ട്രാൻസ്പോസ് ദ ഹോൾ കോൺജുഗേറ്റിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഒരു മെട്രിക്സിന് എന്ത് പറയുന്നത്? ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയുന്നത്. എ ട്രാൻസ്പോസ് ദ ഹോൾ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? എക്ക് ഈക്വൽ ആണെങ്കിൽ അതിനെന്ത് പറയാം? ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. അപ്പോൾ എ ട്രാൻസ്പോസ് നമുക്കറിയാം, എ കോൺജുഗേറ്റ് നമുക്കറിയാം എങ്ങനെയാണ്? സൈന് മാറ്റി എ മൈനസ് ഐ ബി എ പ്ലസ് മൈനസ് ഐ, ഇവിടെ അങ്ങനെ എ കോൺജുഗേറ്റ് നമ്മൾ ചെയ്തു. ഇനി എ കോൺജുഗേറ്റിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ്? റോസിനെ കോളംസ് ആയിട്ട് എഴുതുക, റോസിനെ കോളംസ് ആയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി? എ തന്നെ കിട്ടി. അപ്പോൾ എന്ത് പറയാം? ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് ആണെന്ന് പറയാം. മനസ്സിലായോ? എ ഈക്വൽസ് എ ട്രാൻസ്പോസ് ദ ഹോൾ കോൺജുഗേറ്റ് എന്ന് കിട്ടുകയാണെങ്കിൽ ആ മെട്രിക്സ് എന്തായിരിക്കും? ഹെർമീഷ്യൻ മെട്രിക്സ് ആയിരിക്കും. ഇനി എന്താണ് സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ്? എ സ്ക്വയർ മെട്രിക്സ് വിത്ത് കോംപ്ലക്സ് എൻട്രീസ് ഈസ് സെഡ് ടു ബി സ്ക്യൂ ഹെർമീഷ്യൻ ഓർ ആൻറ്റി ഹെർമീഷ്യൻ ഇഫ് ഇറ്റ്സ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഇസ് ദ നെഗറ്റീവ് ഓഫ് ദി ഒറിജിനൽ മെട്രിക്സ്. അതായത് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് നെഗറ്റീവ് എ ആണെങ്കിൽ ആ മെട്രിക്സിന് എന്ത് പറയാം? സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയാം. നമ്മൾ സ്ക്യൂ സിമെട്രിക്കും പഠിച്ചില്ലേ? അതുപോലെ തന്നെയാണ് അവിടെ ഒരു കോൺജുഗേറ്റും കൂടെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ്? സ്ക്യൂ ഹെർമീഷ്യൻ ആണെങ്കിൽ എന്താണ്? എ ട്രാൻസ്പോസ് ദ ഹോൾ കോൺജുഗേറ്റ് ഈക്വൽസ് നെഗറ്റീവ് എ ആയിരിക്കും. പിന്നെ ഹെർമീഷ്യൻ ആണെങ്കിലോ എന്താണ്? എ ഈക്വൽസ് എ ട്രാൻസ്പോസ് ദ ഹോൾ കോൺജുഗേറ്റും ആയിരിക്കും. ഇതാണ് ഹെർമീഷ്യനും സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ റിയൽ സ്ക്വയർ മെട്രിക്സും കോംപ്ലക്സ് സ്ക്വയർ മെട്രിക്സും എടുക്കുകയാണെങ്കിൽ സിമെട്രിക് ആണെങ്കിൽ എന്താണ്? എ ട്രാൻസ്പോസ് ഈക്വൽസ് എ എന്ന് കിട്ടും. ഹെർമീഷ്യൻ ആണെങ്കിലോ എ ട്രാൻസ്പോസ് ദ ഹോൾ കോൺജുഗേറ്റ് ഈക്വൽസ് എ എന്ന് കിട്ടും. സ്ക്യൂ സിമെട്രിക് ആണെങ്കിലോ എ ട്രാൻസ്പോസ് ഈക്വൽസ് നെഗറ്റീവ് എ എന്ന് കിട്ടും. സ്ക്യൂ ഹെർമീഷ്യൻ ആണെങ്കിൽ എന്താണ്? എ ട്രാൻസ്പോസ് ദ ഹോൾ കോൺജുഗേറ്റ് ഈക്വൽസ് നെഗറ്റീവ് എ എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോ ഇത്രയും? ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസിന് വേണ്ടി ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക്